സ്നേഹത്തിന് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. നീ സംഗീതം എന്നുള്ള പാട്ടോടെ ദൈവത്തെ മാറ്റപ്പെടുത്താം. Amen. Praise God. Hallelujah. Glory to God. Jesus. Amen. Hallelujah. Praise the Lord. Amen. Glory to God. പിതാവേ അനുഗ്രഹമായ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രനീയമായ പലതായിട്ട് കൊണ്ട് കടന്നുപോയി കണ്ണീരും കാഞ്ഞുവീശും നല്ല ഒരു സന്തോഷം ബലത്തോടെ രാത്രികാലം സ്നേഹത്തിനും പ്രയർ ഫാമിലിയാം ദേശത്തും സ്വദേശത്തും ഒരുമിച്ച് രാത്രികാലായിരിപ്പ സുഖത്തിലെ വലുതായ ദൈവോട് സഹായിച്ചവൻ കുടുംബക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രത്തിൽ ആരും കുറഞ്ഞു പോകാതെ എല്ലാവരും കാത്തുവരിക്കുന്ന അവൻ കുടുംബക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ
ശുശ്രൂഷ ഏറ്റവും കർത്താവെ സഹായിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്ന സംസാരിപ്പ എന്റെ ദാസനോട് അധികാരപ്പെടുത്തുമാറാണമേ പ്രാർത്ഥിക്കുന്നില്ലാത്ത അനേകം ഉള്ളങ്ങളെ രാത്രിക്കാലം സ്പർശിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്ന രാത്രിക്കാലം വെളിപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ നദി ഒഴി ചെല്ലുന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണികൾ ജീവൻ പ്രാപിപ്പ ഈ രാത്രിക്കാലം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിക്കാലം രോഗികളായി പാരപ്പെടുന്നവർക്ക് പൂർണ്ണമായ വിടുതൽ സൗഖ്യം നാണിപ്പെടുന്ന കാരണത്തോട്ട് കർത്താവെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറയില്ല ഭാരപ്പെടുന്ന രാത്രികാല വചന ശുശ്രൂഷ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കർത്താവെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുറക്കപ്പെടുക അപ്പൊ ജാവ് സഹായിക്കുമാറാണ് വേദനത്തോട് പ്രാർത്ഥിക്കുന്നത്. ഈ രാത്രിക്കാലം വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കത്തിൽ ഏൽപ്പിക്കണം. ഈ രാത്രിക്കാലം ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അവിടെ അനുഗ്രഹം പ്രാപിച്ച് ഞങ്ങൾ ഓരോരുത്തരും ഇടയാക്കണം. എല്ലാവരും ആയിരിക്കുന്നിടങ്ങളെ കർത്താവിന്റെ കത്തിലും കാവല് സൂക്ഷിപ്പ് ഉണ്ടായിരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തനാകുമോ ഞാൻ സകലത്തിനും മതിയായ ദൈവമാകിയ ഈ രാത്രിക്കാലം അധികം കൊണ്ട് അല്പം കൊണ്ട് തൃപ്തനാക്കിയ ദൈവത്തിന്റെ കല കൂടെ ഇരുന്ന് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തിരുമേനി കൂടി സഹായിക്കണം. അവർ പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മഹൽ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു ആമേൻ നമ്മുടെ അകത്ത് വസിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ ഈ ഭൂമിയിൽ ആർക്കും ലഭിക്കാത്ത ആമേൻ സന്തോഷം സമാധാനം തൻ്റെ മക്കൾക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ടെൻഷൻ ഫ്രീ ലൈഫാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ടെൻഷൻ ഇല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുന്ന ആമേൻ ഒരു കൂട്ടരാണ് ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആമേൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഭാരം ചുമന്ന് നടക്കുന്നവരും ആ കൂട്ടർ തന്നെയാ എന്ന് പറയുന്നതിൽ അതിശോക്തിയൊന്നുമില്ല. ആമേൻ. ഈ ഭാരമെല്ലാം എൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ കർത്താവ് പറഞ്ഞാലും ഞാനതൊന്നും കൊടുക്കത്തില്ലെന്നും പറഞ്ഞ നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതെല്ലാം ഇറക്കി വെച്ച് വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഇന്ന് രാത്രിയിൽ കൃപ ലഭിച്ച ദൈവമക്കൾ ആ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി നമ്മോട് കൂടെയിരുന്നു. ആമേൻ. ഇന്ന് രാത്രിയിലും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ ഈ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ അതുപോലെ കോൺഫറൻസ് കോളിലൂടെ ഇന്ന് രാത്രിയിൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും വന്ദനം ചൊല്ലുകയാണ്. ആമേൻ. എന്നെ ഇന്ന് രാത്രിയിലും ആമേൻ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെന്ന് എണ്ണി നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയെ സാദരം ക്ഷണിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുകയാണ്. അതിനു മുമ്പായി ആമേൻ നമ്മുടെ ഈ കൂട്ടായ്മയിൽ വളരെ പങ്കാളിത്തം വഹിക്കുകയും ആമേൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസന്റെ ആമേൻ സഹോദരിയുടെ മകൾ ആമേൻ അതെ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കോവിഡ് പിടിപെട്ടു. ആമേൻ. അത് നിമിത്തം താൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. നമ്മൾ പ്രാർത്ഥിച്ചു. ആമേൻ. ദൈവമായ കർത്താവ് ആമേൻ സൗഖ്യമാക്കി. ആമേൻ. വീണ്ടും ജോലിയിലേക്ക് പ്രവേശിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമേൻ ചില കാര്യങ്ങളൊക്കെ എന്നെ ഓർമ്മപ്പെടുത്തി. ആമേൻ ഞാൻ ഇടയ്ക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. എന്നാൽ ആമേൻ ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ ബൈബിൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ചില മെസ്സേജുകൾ എനിക്ക് വന്നു. ആമേൻ ആ മെസ്സേജ് ഞാൻ ക്ലാസ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഹോസ്പിറ്റലിൽ പിന്നെയും അഡ്മിറ്റ് ആയിരിക്കുന്നു. ആമേൻ തനിക്ക് പന്നിപ്പനി പിടിച്ചിരിക്കുന്നു എന്ന് വാർത്തയാണ് കേൾക്കുവാനുണ്ടായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ വിവിധ ഇടങ്ങളിൽ ആയിരിക്കുന്നല്ലോ. ജോലിയോടുള്ള ബന്ധത്തിൽ, പഠനത്തോടുള്ള ബന്ധത്തിൽ, ആമേൻ വിവാഹം കഴിഞ്ഞ്, ആമേൻ അങ്ങനെ വിവിധ നിലകളിൽ ശുശ്രൂഷാപരമായി ഒക്കെ അവിടെ ഇവിടങ്ങളിലായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യാം. നമ്മൾ ആരും സേഫ് അല്ല, നമ്മൾ ആരും സുരക്ഷിതരല്ല
എന്ന് ചിന്തിക്കത്തക്ക വിധത്തിൽ ഈ ലോകത്തിൽ ആമേൻ വളരെ വേഗത്തിൽ ആമേൻ ഒന്ന് മാറുമ്പം മറ്റൊന്നായി ആമേൻ അതെ മാരകമായ രോഗങ്ങളും പകർച്ചവ്യാധികളും ആ മനുഷ്യരെ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും തളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വാത്സല്യ സഹോദരി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആ കുഞ്ഞ് ആമേൻ വളരെ വീട്ടിനകത്ത് ഒരുപാട് പുറത്തു പറയുവാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം തരണം ചെയ്യുന്നുണ്ട്. ആമേൻ. എന്നാൽ ഈ യൗവനകാലത്ത് സമപ്രായത്തിലുള്ള പലരും ക്രമക്കേടുള്ള ലോകത്ത് ആമേൻ മാതാപിതാക്കൾ അറിയാതെ ആമേൻ പാപത്തിൻ്റെ പുറകെ പോകുമ്പോൾ, ക്രമക്കേടിൻ്റെ പുറകെ പോകുമ്പോൾ ഈ യൗവന കർത്താവിന് വേണ്ടി സമർപ്പിച്ച് ആയിരിക്കുന്ന ആ മകളുടെ ജീവിതത്തിൽ ആമേൻ താങ്ങാവുന്നതിൽ അപ്പുറമായി ആമേൻ അതെ വീട്ടിലും ആമേൻ സ്വന്തം ജീവിതത്തിലും ഒക്കെ ആമേൻ പ്രതികൂലങ്ങൾ ഓരോന്നോരോന്നായി കടന്നു വരുമ്പോഴും ആമേൻ ആ കർത്താവിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ആമേൻ വളരെ പ്രതീക്ഷയോടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിലും പ്രാർത്ഥിപ്പാനും ദൈവവചനം ധ്യാനിപ്പാനും ഒക്കെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആമേൻ ആ പ്രിയ സഹോദരി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതിവേഗം സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആമേൻ സുഖപ്പെടുത്തുവാൻ, വിടുതൽ നൽകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ആരോഗ്യം വീണ്ടെടുത്ത് ആ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ സഭയുടെ സത്യേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നതാ. ആമേൻ. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആമേൻ അവരോട് ക്ഷമിക്കുവാൻ ദൈവം മതിയായവനാ. ഇന്ന് രാത്രി നാം ഒരുമിച്ച് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗം സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ സുഖപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഷിബു ആമേൻ. അതെ, താനൊരു ഭവനം പണിയുവാനൊക്കെ ആഗ്രഹിച്ചു. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ആമേൻ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ചില താമസങ്ങൾ മുമ്പിലുണ്ട്, തടസ്സങ്ങൾ മുമ്പിലുണ്ട് എന്ന് കേൾപ്പാൻ ഇടയായി. എല്ലാ തടസ്സങ്ങളെയും നീക്കുവാൻ ദൈവം ശക്തനാണ്. എത്രയും വേഗത്തിൽ തനിക്കും തൻ്റെ കുടുംബത്തിനും ഈ ഭൂമിയിൽ പാർപ്പാൻ ഒരു ഭവനം ആവശ്യമാണ്. മനോഹരമായ ഒരു ഭവനം നൽകി കൊടുത്ത് ആമേൻ അതിനകത്ത് പാർത്ത് സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തൻ്റെ ദാസന് ദൈവം അവസരം ഒരുക്കേണ്ടതിനാൽ, മുമ്പിലുള്ള തടസ്സങ്ങൾ നീങ്ങിപ്പോകേണ്ടതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതുപോലെ ആമേൻ ഇന്ന് രാത്രി എല്ലാവരുടെ പേരുകൾ പറഞ്ഞ് ആമേൻ കൂട്ടായ്മയുടെ ഒടുവിലായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ പ്രാർത്ഥന പരീക്ഷിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ചോദ്യത്തോടു കൂടെയാണ് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥന പരീക്ഷിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെ, ഒത്തിരി പരീക്ഷണങ്ങൾ, ഗവേഷണങ്ങൾ നടത്തുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റുപാടുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇപ്പോഴാണ് കുക്കറി ഷോ അല്ലേ? ആമേൻ. തക്കാളിയും സവോളയും എടുത്ത് അല്ലെങ്കിൽ മുട്ടയും കൂടെ ചേർത്ത് എന്തുണ്ടാക്കാമെന്ന് പരീക്ഷിക്കുന്ന ഒത്തിരി ആമേൻ നമ്മുടെ സഹോദരിമാരുണ്ട് അല്ലേ? നമ്മുടെ മാതാക്കളുണ്ട്, നമ്മുടെ കൂടപ്പറപ്പുണ്ട് അല്ലേ? നമ്മൾ ആമേൻ പലരും പരീക്ഷണങ്ങളുടെ ലോകത്താണ്. പക്ഷേ പല പരീക്ഷണങ്ങളിലും പലരും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഒത്തിരി ചോദ്യങ്ങൾ. ആമേൻ. ദൈവത്തിന് ആമേൻ അതെ മനുഷ്യർക്ക് ദൈവത്തെ തോൽപ്പിക്കുവാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം. ഹല്ലേലൂയ. ആ ചോദ്യത്തിന്റെ മുമ്പിൽ നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ന്യായമായ ഒരു ചോദ്യം, നിങ്ങൾ പ്രാർത്ഥന പരീക്ഷിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ പലതും പരീക്ഷിച്ച് ഒരുപക്ഷെ വിജയിച്ചിട്ടുണ്ടാകാം, ഒരുപക്ഷെ പരാജയപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥന പരീക്ഷിച്ചിട്ടുണ്ടോ? ഇതുവരെ നിങ്ങൾ പരീക്ഷിച്ചിട്ട് പരാജയപ്പെട്ടെങ്കിൽ അതൊരു പരാജയമായി കാണാതെ ഇനിയും ഒന്ന് പരീക്ഷിക്കുവാൻ തയ്യാറാകും. ഹല്ലേലൂയ. അതിനാധാരമായി ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ചിന്തിപ്പാൻ, ധ്യാനിപ്പാൻ നൽകിയ വേദഭാഗം ആമേൻ വളരെ സുപരിചിതമായ ഇത് കേൾക്കുമ്പോൾ തന്നെ മുൻവിധിയോടുകൂടെ ആമേൻ ഗുഡ് ബൈ പറഞ്ഞ് പോകാൻ ശ്രമിക്കരുത്. ആമേൻ. നിശ്ചയമായും ആമേൻ പരാജയപ്പെട്ട മേഖലയെ ജയാളിയാക്കുവാൻ ഉതകുന്ന ഒരു ആത്മീയ സന്ദേശം ഇന്ന് രാത്രി നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം ആമേൻ ഒന്ന് വായിച്ച് അല്ലെങ്കിൽ നമുക്ക് വേഗത്തിൽ പ്രാർത്ഥിച്ച് ഈ കൂട്ടായ്മ അവസാനിപ്പിക്കും. അതേ സഹോദരങ്ങളെ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പിന്നെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന് ആമേൻ ബൈബിളിനകത്തെ വാക്യം എടുത്ത് പറയുന്നതിനൊന്നും കുഴപ്പമില്ല ബ്രദറെ, പാസ്റ്ററെ. ആമേൻ. ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ.
ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടിൻ്റെ അവസ്ഥ, ഞങ്ങളുടെ നാട്ടിൻ്റെ അവസ്ഥ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അവസ്ഥ, ഞങ്ങളുടേതാകുന്ന ആമേൻ സമസ്ത മേഖലകളിൽ ഒന്നും വിചാരിക്കരുതെന്ന് പറയുന്നവർക്കൊക്കെ പറയാം. പക്ഷെ വിചാരിക്കാതിരുന്ന കാര്യങ്ങളൊക്കെ നടത്തി തരും. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രി ശ്രവിക്കുന്ന ശ്രോതാവേ, മാതാവേ, ഇന്ന് രാത്രി താങ്കളോടായി ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാനുള്ളത് ഒന്നിനെ കുറിച്ച് ഹല്ലേലൂയ. വിചാരപ്പെടരുത്. ആമേൻ, ആമേൻ. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പണ്ടൊക്കെ എഴുത്ത് വരുമ്പോൾ ആമേൻ അയക്കുന്നിടത്തുനിന്നും ആമേൻ ലഭിക്കുന്നിടത്തുനിന്നും ഒരു സീല് വെക്കും, അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഇന്ന പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇന്ന പോസ്റ്റ് ഓഫീസിലേക്ക് അയച്ചു, അതിനപ്പുറത്തൊരു സീലില്ല. എന്നതുപോലെ ആമേൻ ഈ ഭൂമിയിൽ നിന്ന് അയക്കുന്ന പ്രാർത്ഥന ആമേൻ പിതാവായ ദൈവത്തിങ്കിലേക്ക് വിട്ട് യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ അയച്ചു കഴിയുമ്പോൾ ആ അയച്ച പ്രാർത്ഥനയ്ക്ക് പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ ആമേൻ മറുപടി നൽകി തരുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ആരോട് അറിയിക്കേണ്ടത്? ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മുടേതാകുന്ന ആവശ്യങ്ങളെല്ലാം നമ്മൾ അറിയിക്കുന്നത് നമ്മൾക്ക് പരിചയമുള്ളവരോടും നമ്മുടെ സുഹൃത്തുക്കളോടും ഒക്കെ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ആമേൻ. എല്ലാ കാര്യങ്ങളിലും ആമേൻ പ്രാർത്ഥനയോടും സ്തോത്രത്തോടും കൂടെ നിങ്ങളുടെ അപേക്ഷകൾ ദൈവത്തോട് അറിയിക്കട്ടെ. ഹല്ലേലൂയ. ഒട്ടും ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലാതെ പ്രാർത്ഥിക്കണമെന്നാണോ? അശ്രദ്ധേയരായി ജീവിക്കണമെന്നാണോ? അല്ല അതിനർത്ഥം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ എല്ലാ പരിസ്ഥിതികളിലും ആമേൻ മനസ്സിനും ഹൃദയത്തിനും തുടർച്ചയായ സമാധാനം നൽകുന്ന ദൈവിക മാർഗം ആമേൻ അതെ ദൈവജനത്തിന് കാരാഗ്രഹത്തിൽ കിടക്കുന്ന ആമേൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകി കൊടുക്കുകയാ. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും ദൈവസഭയുടെ അംഗമായിട്ടും ആമേൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടും സ്വസ്ഥത നഷ്ടപ്പെട്ട് ആമേൻ ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് സ്വസ്ഥമായി വെക്കുവാൻ കഴിയാതെ ആമേൻ കട്ടിയിലുണ്ടെങ്കിലും അതിൽ സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ കഴിയാതെ ആഹാരമുണ്ടെങ്കിലും ആമേൻ അത് കഴിച്ച് ആരോഗ്യം വീണ്ടെടുത്ത് ജീവിക്കുവാൻ കഴിയാതെ ആമേൻ സ്വസ്ഥത നഷ്ടപ്പെട്ട് വിചാരപ്പെട്ട് ആമേൻ ക്ഷീണിച്ച് തകർന്ന ഹൃദയത്തിന് ഉടമയായി കലങ്ങിയ കണ്ണുമായി ഇന്ന് രാത്രിയിലും ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അവരോടായി ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ആമേൻ. ജീവിതത്തിന്റെ എല്ലാ പരിസ്ഥിതികളിലും മനസ്സിനും ഹൃദയത്തിനും അതെ തുടർച്ചയായ സമാധാനം നൽകുന്ന ആമേൻ ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്യുമ്പോൾ ഒഴികെ ആമേൻ പാപം എപ്പോഴും അതെ വിശ്വാസികളുടെ സമാധാനത്തെ കവരുവാൻ ഹല്ലേലൂയ അത് ഇല്ലാതാക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാ. അതുകൊണ്ട് ആമേൻ ആമേൻ നീ പാപം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകരുത്. ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ചും ആമേൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വിഷമഘട്ടങ്ങളിലും ആമേൻ ആപൽക്കരമായ സാഹചര്യങ്ങളിലും നാം എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. നിന്റെ ഉറക്കം നഷ്ടപ്പെടും. നിന്നെ ക്രമക്കേടിലേക്ക് സാത്താൻ വലിച്ചോണ്ട് പോകും. ഹല്ലേലൂയ. ആമേൻ. നാം വിശ്വാസികളാണെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിലും ആമേൻ നമ്മുടെ അരികത്തും നമ്മുടെ ചുറ്റും നമ്മോടൊപ്പവും ഉണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നതിനപ്പുറം നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവും ആമേൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അധികാരമുള്ളവനാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ ഈ ഭൂമിയിൽ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്താൽ നമ്മുടെ സകല ചിന്താകുലവും ആ ദൈവത്തിന് മേലിട്ട് ഹല്ലേലൂയ അവനിലും അവന്റെ വാഗ്ദത്തങ്ങളിലും ആശ്രയിക്കുകയാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ്ലീഹ ആമേൻ ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ അതിന്റെ 1-ാം ലേഖനം ആമേൻ 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ആത്മാവിൽ അഭിഷക്തൻ ഇങ്ങനെ എഴുതി ദൈവസഭയ്ക്ക് കൊടുത്തത്: നിർബന്ധരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ,
നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടി വന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, നിങ്ങൾ ഹല്ലേലൂയ ഉണർന്നിരുന്നില്ലെങ്കിലും നിങ്ങളെ വീഴ്ത്താൻ ഉണർന്നിരിക്കുന്ന ഒരു പിശാചുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിർമ്മലരായിരിപ്പി, ഉണർന്നിരിപ്പി. ഹല്ലേലൂയ. ഈ കൊഴുപ്പുള്ള ആഹാരമൊക്കെ കഴിച്ച്, ഹല്ലേലൂയ, ഈ ശരീരമൊക്കെ ഒന്ന് തടിപ്പിച്ച്, ആമേൻ, നല്ല രൂപഭംഗിയൊക്കെ ആക്കി, ആമേൻ, ഈ ഭൂമിയിൽ കുറെ കാലം കൂടെ ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുന്നറിയാമോ? ആമേൻ, നല്ല പ്രോട്ടീൻ അടങ്ങിയ നല്ല ഭക്ഷണ പദാർത്ഥങ്ങളും നല്ല കരിമീനും നല്ല നെയ്മീനും, ആമേൻ, നല്ല ഫുഡും, അല്ലെ, ഇപ്പോഴാണെങ്കിൽ എല്ലാം നാച്ചുറൽ, അല്ലെ, വെൽനസ് പ്രോഡക്റ്റ് ഒക്കെ കഴിച്ച്, ആമേൻ, തട്ടിമിടുക്കോടെ, ഹല്ലേലൂയ, ഗ്ലാമറായി, ആമേൻ, ഇരിക്കാൻ വേണ്ടി കറക്റ്റ് ടൈമിൽ ഉറങ്ങും, കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കും, എക്സസൈസ്, വ്യായാമം, ജിമ്മ്, പിന്നെ വീട്ടിൽ തന്നെ ഇതെല്ലാം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ? ഹല്ലേലൂയ. ഒന്ന് നന്നായി കൈയടിച്ചൊന്ന് ആരാധിച്ച ഈ ജിമ്മും വേണ്ട, ഈ പരിപാടി ഒന്നും വേണ്ടെന്ന്. ഹല്ലേലൂയ. ഒന്ന് ആത്മാർത്ഥമായി ആദ്യ പിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ഒന്ന് ആരാധിച്ചതുപോലെ നിന്റെ ശരീരം കൊണ്ട് ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ആരോഗ്യത്തോടും നീ ഒന്ന് തയ്യാറായാൽ ഇതിൽ പരം എക്സസൈസ് വേറെ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് മുഖം മൂടി, ഹല്ലേലൂയ, രണ്ടുകൊണ്ട് പാദം മൂടി, സറാഫുകൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർത്ത പോലെ ഈ ഭൂമിയിൽ നീ ഒന്ന് ഇരുന്ന് ആരാധിക്കാമോ? മുട്ടയിലിരുന്നൊന്ന് പ്രാർത്ഥിച്ചേ. ആമേൻ. 1 മണിക്കൂർ മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് നീ ഒന്ന് എഴുന്നേറ്റ നിന്റെ സകല മുട്ടുവേദനയും നിന്റെ സകല അസ്ഥിവേദനയും മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ മുട്ടയിൽ ഇരുത്തത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അങ്ങാടി പോയി എത്ര മണിക്കൂർ വേണേലും നിൽക്കാം, പക്ഷെ നിന്റെ വീട്ടിനകത്ത് മുട്ടുമടക്കി ഇരിക്കാൻ ഒക്കത്തില്ലെന്ന് വചനം പറയുന്നു. സ്വർലോകരുടെ അധോലോകരുടെ മുഴങ്കാലുകളെല്ലാം മടങ്ങുന്ന നാമമാ യേശുവിന്റെ നാമം. ആ നാമത്തിന്റെ മുമ്പിൽ നിന്നെ മുട്ടുമടക്കിപ്പിക്കത്തില്ലെന്ന് വാദിച്ച് നാളുകളായി പിന്തുടരുന്ന ദുഷ്ടപിശാച് യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ ഇരിക്കുന്നത് കാലും നീട്ടിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. മുട്ടുമടക്ക വചനം പറയുമ്പോൾ കർത്താവിന്റെ സന്നിധി മുട്ടുമടക്കാതെ, ആമേൻ, കാലും നീട്ടിയിരുന്നിട്ട് വിടുതൽ വേണം വിടുതൽ വേണം എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിർമ്മതരായിരിപ്പി, ഉണർന്നിരിപ്പി. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടി വന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ കാലിന്റെ ഞരമ്പൊന്നും മടങ്ങാത്ത വിധത്തിൽ ഉള്ള കൊഴുപ്പും ഉള്ള നെയ്യും ഒക്കെ അടിച്ച് കാലൊക്കെ വണ്ണം വെപ്പിച്ച് വയറൊക്കെ അങ്ങ് ചാടിച്ച് ഉടലൊക്കെ അങ്ങ് പിന്നെ മടങ്ങാൻ പറ്റുമോ? ഇരിക്കാൻ പറ്റുമോ? ആമേൻ. എന്നിട്ട് വേണ്ട മടക്കാൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ മടക്കിയില്ലെങ്കിൽ നിന്നെ മെഡിക്കൽ കോളേജിൽ ഇട്ട് ചവിട്ടി മടക്കാൻ ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ, നിന്റെ ശരീരത്തിന് വേണ്ടുന്ന ആഹാരം കഴിച്ച് എന്ന് പറഞ്ഞാൽ, ആമേൻ, അത് ജീവിക്കാൻ വേണ്ടി കഴിക്കണം, കഴിക്കാൻ വേണ്ടി എന്ത് ചെയ്യരുത്? ജീവിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ചിലത് അങ്ങനെയാ. ആമേൻ. കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നത്, ജീവിക്കാൻ വേണ്ടിയല്ല കഴിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി കഴിച്ചിട്ട് നീ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നീ ഒന്ന് തയ്യാറായിക്കേ, നീ ഒന്ന് ആരാധിക്കാൻ തയ്യാറായിക്കേ. ആമേൻ. നിന്റെ ശരീരം വഴങ്ങും. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് ആമേൻ കൈ അടിക്കാൻ പറ്റത്തില്ല, ചിലർക്ക് ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാൻ പറ്റത്തില്ല, ചിലർക്ക് കാല് വണങ്ങത്തില്ല, ചിലർക്ക് തറയിലിരിക്കാൻ പറ്റത്തില്ല, ചിലർക്ക് പായലിരിക്കും. എന്തൊക്കെയാ പ്രശ്നം? ഹല്ലേലൂയ. ഇതൊന്നും പറ്റിയല്ല എന്ന് പറയുന്നതിനെ ആ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടിട്ടിട്ട് ആമേൻ മടക്കാൻ പറഞ്ഞ മടക്കും, ചവിട്ടാൻ പറഞ്ഞ ചവിട്ടും, പൊങ്ങാൻ പറഞ്ഞ പൊങ്ങും, തിരിയാൻ പറഞ്ഞ ഒരു വൈദ്യന്റെ അടുത്തോട്ട് ചെന്നിട്ട് കമന്ന് കിടക്കാൻ പറഞ്ഞാൽ കമന്ന് കിടക്കും, കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ കുനിഞ്ഞു നിൽക്കും. എന്നാൽ വചനം പറയാ നീ മുട്ടുമടക്കാൻ, ഹല്ലേലൂയ. കൈ ഉയർത്താൻ പറഞ്ഞ എവിടെ? ഹല്ലേലൂയ. ആമേൻ. ആ ചവിട്ടി തിരുമുന്ന, ഹല്ലേലൂയ, ആമേൻ, അത് ആ താര കോരുന്നെടുത്ത് കൊണ്ടുപോയിട്ട് ആമേൻ ഒന്ന് കട്ടിലേന്ന് എഴുന്നേക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ എഴുന്നേക്കത്തില്ല. ഇരിക്കുന്നിടത്ത് നിന്ന് നീ അനങ്ങരുതെന്ന് പറഞ്ഞാൽ അനങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കർത്താവ് പറയുന്ന കാര്യം നീ ഒന്ന് കേൾക്കാൻ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് വിശ്വാസത്താൽ നമ്മുടെ സകല ചിന്താകുലവും ദൈവത്തിന്റെ മേൽ ഇട്ട് അവനിലും അവന്റെ തത്വങ്ങളിലും ആശ്രയിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ആമേൻ. നിർമ്മതരായിരിപ്പി, ഉണർന്നിരിപ്പി. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടി വന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.
ഉറങ്ങിപ്പോയാൽ അവനത് പറ്റത്തില്ല. അതുകൊണ്ട് നീ ഒന്ന് ഉണർന്നിട്ട് നീ ചുറ്റിയൊന്നും തിരിയണ്ട. നിന്റെ കയ്യിൽ നൽകിയിരിക്കുന്ന സത്യവേദ പുസ്തകം നീ ഒന്ന് അന്വേഷിച്ച് നോക്കിക്കേ, ഉത്തരം കിട്ടാതിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിവിധ രീതിയിലുള്ള പ്രാർത്ഥനകൾ ആമേൻ നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തിൽ ഒത്തിരി തരത്തിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആളുകളെ നമുക്കറിയാം. നമ്മളിൽ പലരും ഒത്തിരിയൊക്കെ രീതികളിലൊക്കെ ഒത്തിരിയൊക്കെ ആമേൻ അതെ തരങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചു നോക്കിയവരല്ലേ? ഹല്ലേലൂയ, ആമേൻ. അതെ, ഇവിടെ അത് സൂചിപ്പിക്കുവാൻ പൗലോസ് 4 വ്യത്യസ്ത വാക്കുകൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. ഒന്ന്, വിചാരപ്പെടരുത്. ഇന്ന് രാത്രിയിലും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും തലയും ചൊറിഞ്ഞ് വിചാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിചാരപ്പെടുന്നത് ദൈവത്തിലുള്ള ആശ്രയവും ആമേൻ ദൈവത്തിന്റെ ആ സത്യത്തിലുള്ള പരിജ്ഞാനവും ആമേൻ ദുർബലമാണെന്ന് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഇത് കേട്ടോണ്ടിരിക്കുമ്പോഴും വിചാരപ്പെടുന്ന ഒരവസ്ഥയാണ് നിന്റേതെങ്കിൽ ഹല്ലേലൂയ, ആ വിചാരപ്പെടുന്നത് ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിന്റെ സത്യത്തിലുള്ള പരിജ്ഞാനവും ദുർബലമാണെന്ന് നീ അറിയാതെ നീ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതെ, മനക്ലേശവും വിശ്വാസവും ഹല്ലേലൂയ എണ്ണയും വെള്ളവും പോലെയാ. പ്രൈസ് ദി ലോർഡ്. ഈ എണ്ണയും വെള്ളവും തമ്മിലുള്ള പ്രത്യേകത എന്താ? ഹല്ലേലൂയ. എണ്ണ ഭയങ്കര എന്താ പറയാ? ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ വീട്ടിലെ വെളിച്ചെണ്ണ ആമേൻ ഒരു ഗ്ലാസ്സിൽ എടുത്തു അല്ലേ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു അല്ലേ, ആമേൻ. ഈ എണ്ണ കാണുമ്പോൾ അറിയാം ഹല്ലേലൂയ, അത് കയ്യിലോട്ട് ഒഴിച്ചാൽ അറിയാം ഹല്ലേലൂയ. ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് തലയിൽ തേക്കാൻ ഉപയോഗിക്കും, വറക്കാൻ ഉപയോഗിക്കും, പൊരിക്കാൻ ഉപയോഗിക്കും അല്ലേ. പിന്നെ വല്ല തുരുമ്പൊക്കെ പിടിച്ചാൽ അതൊക്കെ ഒന്ന് അല്ലേ, എന്തെങ്കിലും ടൈറ്റായി പോയാൽ അതൊന്ന് ലൂസാക്കാൻ അല്ലേ, ഇതിനൊക്കെ ഈ എണ്ണ എന്ത് ചെയ്യും? ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ വെള്ളമോ ഹല്ലേലൂയ, ഭക്ഷണം പാകം ചെയ്യാൻ, കഴുകാൻ അല്ലെ, ശുദ്ധീകരിക്കാൻ, വൃത്തിയാക്കാൻ, ദാഹം ശമിപ്പിക്കാൻ, രണ്ടും ദ്രാവകമാണ്. പക്ഷേ ഇതിന്റെ ഉപയോഗം എന്താ? വ്യത്യസ്തമാണ്. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ ആമേൻ 4 വ്യത്യസ്ത വസ്തുക്കൾ. ഹല്ലേലൂയ. അതെ, ഒന്ന്, വിചാരപ്പെടരുത്. ആമേൻ. വിചാരപ്പെടുന്നത് ദൈവത്തിലുള്ള ആശ്രയവും ആമേൻ ദൈവത്തിന്റെ സത്യത്തിലുള്ള പരിജ്ഞാനവും ദുർബലവുമാണെന്ന് എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. എന്നാൽ ആമേൻ മനക്ലേശവും വിശ്വാസവും ആമേൻ എണ്ണയും വെള്ളവും പോലെയാണ്. ഹല്ലേലൂയ. അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല? കൂടിച്ചേരുകയില്ല അല്ലെ. രണ്ടും ദ്രാവകമാ. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിക്കേ, രണ്ടും രണ്ടായിട്ട് തന്നെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല. പ്രൈസ് ഗോഡ്. ഇതുപോലെയാണ് മനക്ലേശവും വിശ്വാസവും. ആമേൻ. മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്തണച്ചു. പടിയാട്ടോ. നൂരച്ചാവനേ തിരുക്കരം നീട്ടിയെടുത്തണച്ചു. ഭയപ്പെടണ്ടായ നൂരച്ചാവനേ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ. അപ്പോ മനക്ലേശം ഹല്ലേലൂയ ആമേൻ ഇങ്ങനെയുള്ളവരുടെ വിശ്വാസം ആമേൻ എങ്ങനെയാ? എണ്ണ വെള്ളവും കൂടെ ചേർത്ത് എങ്ങനെയാ? കോഴ ഒരു വല്ലാത്ത പരുവത്തില. പ്രൈസലോ. പാടാനിരുന്നാലും ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അറിയാം ഇതെന്തോ വല്ലാത്ത മനക്ലേശത്തിലാ അല്ലേ. മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്തണച്ചു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ ആമേൻ അതേ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഹല്ലേലൂയ കുഴഞ്ഞു പോകുന്ന അനുഭവമാണ് നിന്റെ ജീവിതത്തിലെങ്കിലും ഹല്ലേലൂയ നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ഉതകുന്ന ആമേൻ ഉയരത്തിലെ ഉൾനട്ട വചനം നിന്റെ കാതുകളിൽ കേൾപ്പിച്ച് ആ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന ഭക്തന്റെ കരം പിടിച്ചുയർത്തി ആമേൻ പാറമേൽ നിർത്തി ആമേൻ വായിൽ പുതിയൊരു പാട്ട് കൊടുത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ഭക്തനെ ശക്തീകരിച്ച
ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവരുടെ മേൽ പകർന്ന് ജയത്തോടെ നടത്തുവാൻ ദൈവശക്തരാണ്. വിശ്വസിക്കുന്നവർ കരപടിച്ച് എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. മത്തായി സുവിശേഷം 6-ാം അധ്യായം 25-34. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ആമേൻ, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും. ഈ ദൈവദാസിന് വേറെ വാക്യമൊന്നുമില്ല, എന്നും ഇത് തന്നെയാ. എൻ്റെ ദൈവമക്കളെ, ഈ ചിന്ത നിങ്ങളൊന്ന് കളയേ. ഈ ചിന്ത കളഞ്ഞിട്ട് നിങ്ങൾ കർത്താവിനെ യഥാർത്ഥമായി ഒന്ന് അനുഗമിക്കുക. ഈ മുമ്പിൽ വന്ന് ഇരിക്കുന്നവരോട് ഈ ക്രമപ്പെടുന്നത് വരെ ഇത് പറയാതെ പിന്നെ എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ടും പറയും പ്രാർത്ഥിക്കണം കേട്ടോ. അതെ, ഞങ്ങൾക്ക് എങ്ങനെയാ കാര്യങ്ങൾ നടക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ട് ദൈവം ഒരു വഴി തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഈ വഴി ഇതാണ്, ഇതിലൂടെ നീ ഒന്ന് ക്രമപ്പെട്. ആമേൻ. പിന്നെ നീ ഈ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് തന്നെയാണ്, പിന്നെ എന്തോ പറയണ്ടേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്നും ഇത് കേട്ട് മടുത്തിരിക്കുന്നവർക്ക് വേണ്ടിയല്ല, ഇന്ന് വരെ ഇത് കേൾക്കാത്ത ഒരാളുടെ അടുത്തേക്ക് ഇത് എത്തിക്കുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന്, ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന്. ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ? അമ്മ, ഇത് കേട്ട് ബോറടിക്കാതെ ഇത് അനേകർക്ക് ആശ്വാസമാകുവാൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്യൂ. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഒരു പക്ഷേ ഹല്ലേലൂയ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല, ആത്മഹത്യക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ കാതുകളിലേക്ക്, കരങ്ങളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തുമ്പോൾ അവിടെ ദൈവപ്രവൃത്തിയായി വെളിപ്പെടും. ഹല്ലേലൂയ. നിശ്ചയമായും അതിന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഹല്ലേലൂയ. ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെട്ട് നിരാശപ്പെടുന്ന എത്രയോ പേരുണ്ട്. നമ്മൾ ഓരോ ദിവസവും അതേ ന്യൂസിൽ കാണുന്നില്ലേ? ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാഞ്ഞത് കൊണ്ട്, ഒരു മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാഞ്ഞത് കൊണ്ട് ആത്മഹത്യ ചെയ്തു. ഹല്ലേലൂയ. ആത്മഹത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്ന്. ഹല്ലേലൂയ. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വ മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിനെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയ്ക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി, അതോടുകൂടെ ഇത് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തെ അന്നത്തെ ദോഷം മതി. ഹല്ലേലൂയ. പിന്നെ ആമേൻ. സ്തോത്രത്തോടു കൂടെ ഹല്ലേലൂയ അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം ഒരുപാട് മെസ്സേജുകൾ ഇതിൽ നിന്ന് കേട്ടതാണെങ്കിലും ഹല്ലേലൂയ. എബ്രായലേഖനം 13:15 അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന് സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിച്ചുകൊണ്ടിരിക്കുക. മടുപ്പില്ലാതെ സ്തോത്രം പറയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ദൈവത്തിന് നന്ദി പറയാതെ, സ്തുതി കരറ്റാതെ ഇവിടെ ആമേൻ സൂചിപ്പിച്ചിരിക്കുന്ന മറ്റു പ്രാർത്ഥനകൾ ഫലവത്താകുമെന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി കരറ്റാതെയുള്ള പ്രാർത്ഥനകൾ ഹൃദയത്തിന് ആകുലത നൽകുകയില്ലേ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപേക്ഷയായാലും ദൈവത്തോടോ മനുഷ്യരോടോ, ഹല്ലേലൂയ, ആരോട് അപേക്ഷിക്കേണ്ടത്? മനുഷ്യരോടാണോ? അല്ല, ദൈവത്തോടത്രേ അപേക്ഷിക്കേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെ ദോഷികളായ നിങ്ങൾ, ഹല്ലേലൂയ, നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ അമ്മേൻ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ അതെ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് ആമേൻ നന്മ എത്ര അധികം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അതെ, മനുഷ്യരോടല്ല, ആമേൻ ദൈവത്തോട് അപേക്ഷിക്കുന്നവർക്ക്. ആമേൻ. അതെ, മനുഷ്യനോട് അപേക്ഷിക്കുന്ന തന്റെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. ആമേൻ. എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയാണ്
ആമേൻ പ്രധാനമെന്ന് അറിയുന്നത് ആമേൻ ജീവിതത്തിലെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ തക്കവണ്ണം ആമേൻ ഇടയാകും. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഉത്കണ്ഠരാകുകയോ വിഷമിക്കുകയോ അത് ചെയ്യാതെ, അങ്ങനെ ചെയ്യാൻ എളുപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചെയ്യാതെ നിങ്ങളുടെ ഉത്കണ്ഠതയുടെ കാരണങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, നിങ്ങൾ അല്ലെങ്കിൽ ആമേൻ മുട്ടുകുത്തി അതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ നിന്ന് കേൾക്കുവാൻ തയ്യാറായിട്ടുണ്ടോ? ഹല്ലേലൂയ. ഈ മുട്ടുകുത്തുക, എൻ്റെ പൊന്നു പാസ്റ്ററെ, സഹോദര, ബ്രദറെ, മുട്ടും കാല് വേദനയാ. എങ്ങനെ? നിങ്ങളൊന്ന് മുട്ടുകുത്തിക്കേ. ആമേൻ. നിങ്ങളുടെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ എന്ത് ചെയ്യും? പരിഹരിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ കൊണ്ട് മുട്ടു കുത്തിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കാനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് മുട്ടുമടക്കാൻ, അതെ, സ്വർലോകരുടെ അധോലോകരുടെ മുഴങ്കാലുകളെല്ലാം മടങ്ങത്തക്ക വിധത്തിൽ പിതാവായ ദൈവം ഉയർത്തി നിർത്തിയിരിക്കുന്ന യേശുവിന്റെ നാമത്തിങ്കൽ മുട്ടുമടക്കണമെന്ന് വചനം പറയുമ്പോൾ നിന്നെ കൊണ്ട് മുട്ടുമുടക്കിപ്പിക്കാതെ ആമേൻ നിന്നെ കാല് നിവർത്തിയിരുത്തി അതെ പ്രാർത്ഥിപ്പിച്ച് നിന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്ന പിശാചിനെ ഇന്ന് രാത്രി നീ എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് പരാജയപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവവുമായുള്ള ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാം ഉപയോഗിക്കേണ്ട ചില രഹസ്യങ്ങൾ ഹല്ലേലൂയ അതെ നാം വായിച്ച പ്രാരംഭ തിരുവചനത്തിൽ ദൈവം നമുക്ക് നൽകി തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എല്ലാത്തിലും എന്ന് പറയുന്നു അല്ലേ, അതായത് ആവശ്യം എത്ര കുറവാണെങ്കിലും അതിനെക്കുറിച്ച് പ്രാർത്ഥനയിൽ ദൈവത്തോട് എന്ത് ചെയ്യണം? അയ്യോ, കുറവല്ല ദൈവദാസനെ, കൂടുതലാന്ന് പറയുന്നവരെല്ലാവരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്ത ശേഷം ഹല്ലേലൂയ നാം മറുപടിക്ക് വേണ്ടി അത് സ്തോത്രം പറഞ്ഞ് ദൈവസന്നിധിയിൽ കാത്തിരിപ്പാൻ, വെയിറ്റ് ചെയ്യുവാൻ തയ്യാറാകണം. ആമേൻ. പ്രാർത്ഥന കഴിഞ്ഞ് നന്ദി പ്രകടനത്തിൽ നാം ആയിരിക്കുന്നത് വിശ്വാസത്തിന്റെ അടയാളമാണ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 22-24 വാക്യങ്ങളിൽ വായിക്കുന്നു, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസം ഉള്ളവരായിരിപ്പീൻ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അത് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Praise the Lord. Hallelujah. അതെ, വീണ്ടും കർത്താവായ യേശു വിശ്വാസത്തിന്റെ ശക്തിയെക്കുറിച്ച് പറയുന്ന നിരവധി വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതെ, പൂർണ്ണമായി വിശ്വസിച്ചാൽ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ആ ദൈവത്തിന്റെ അതെ ആ വിശ്വസ്തത നമുക്ക് വേണ്ടി അതെ ദൈവം വെളിപ്പെടുത്തുന്നത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള വിശ്വാസം എങ്ങനെ സാധ്യമാകും എന്നൊരു ചോദ്യം സ്വാഭാവികമായി നമ്മുടെ അകത്തു നിന്ന് വെളിയിൽ വരാം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ല എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവം കേട്ടുവെന്ന് നമ്മോട് അതെ നമ്മൾ തന്നെ പറഞ്ഞാൽ അത് സാധ്യമാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ശരിയായ വിശ്വാസം എന്നത് ഹല്ലേലൂയ ദൈവവചനത്തോടുള്ള ശരിയായ മനോഭാവം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി കേൾക്കുന്ന ആ വചനത്തോട് ശരിയായി ഒന്ന് ആമേൻ യോജിച്ചു വരാമെങ്കിൽ ഹല്ലേലൂയ അത് പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിനകത്ത് ആമേൻ പ്രവർത്തിക്കുന്നത് ഹല്ലേലൂയ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. പിശാചുക്കൾ എന്ത് ഉപയോഗിക്കാൻ ആമേൻ അതെ പരമാവധി ശ്രമിക്കുകയാണെങ്കിലോ, ആളുകൾ ഹല്ലേലൂയ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കുകയാണെങ്കിലോ ഹല്ലേലൂയ അവരുടെ തന്ത്രങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? വഴങ്ങിക്കൊടുക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തോട് നന്ദിയുള്ളവരായി അതെ ദൈവം മുമ്പാകെ സമയങ്ങൾ വേർതിരിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തയ്യാറാകണം. ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് ചുറ്റുമുള്ള സന്തോഷത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ആമേൻ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ദൈവം വിധിച്ചിരിക്കുന്ന ആമേൻ അതെ ആളുകളെ നിങ്ങളുമായി കണക്ട് ചെയ്ത് തരികയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും ശീലാസും അർദ്ധരാത്രി ഹല്ലേലൂയ അതെ പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാരെന്ത് ചെയ്തു? ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായം
25, 26 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ കഷ്ടങ്ങളും പീഡനങ്ങളും യഥാർത്ഥ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ യഥാർത്ഥ ദൈവമക്കൾ നേരിടുന്നത് ആമേൻ എങ്ങനെയാ എന്ന് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ ശപിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. വിലാപത്തിന് പകരം എന്ത് ചെയ്യണം? പാട്ട് പാടണം. നിരാശയ്ക്ക് പകരം ദൈവിക സമാധാനവും പ്രതികാരത്തിന് പകരം സന്തോഷവും അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് എന്ത് ചെയ്തു? പുറപ്പെട്ടു പോയി. ഹല്ലേലൂയ. അവർ തകർന്നു പോയെന്നല്ല, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യം അവർക്കുള്ളതാ. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഹല്ലേലൂയ. ആമേൻ. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും എന്ത് ചെയ്യുന്നു? പെരുകുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനിയായി ഈ ഭൂമിയിൽ ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ കഷ്ടതയില്ലാത്ത പട്ടുമത്തയിൽ അടിച്ചു പൊളിച്ചുള്ളൊരു ജീവിത സ്വപ്നം കാണരുത്. കഷ്ടതയുണ്ട്, പക്ഷേ അതിനകത്ത് നീക്കുപോക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ നെല്ലിക്ക തിന്നുമ്പോൾ ഹല്ലേലൂയ എന്താണ്? ഭയങ്കര ചവർപ്പും പുളിയൊക്കെയാ. പക്ഷെ അതിന്റെ പുറകെ ഇച്ചിരി വെള്ളം കുടിച്ച് നോക്കിക്കേ, എന്തൊരു മധുരവാ. ക്രിസ്തീയ ജീവിതം ഇതുപോലെ ദൈവമക്കളെ. ആമേൻ. കഷ്ടതയ്ക്കകത്തൂടെ പോകുന്ന സമയത്ത് ആത്മാവിൽ നിറഞ്ഞുള്ള ഒരാരാധനയും പ്രാർത്ഥനയും എന്തൊരു സന്തോഷമാണെന്നറിയാമോ? എന്തൊരു മാധുര്യമാണെന്നറിയാമോ? തെന്നിനെ കാട്ടിലും തെൻകട്ടയെ കാട്ടിലും മാധുര്യമേറിയ ദൈവത്തിന്റെ വചനം പഠിച്ച് ആരാധിച്ച് ബലപ്പെട്ട് ജീവിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് സ്വർഗതുല്യമാണ്. അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. ആമേൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനിട വരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് ദൈവമാണ് തങ്ങളെ ഇവിടെ എത്തിച്ചതെന്ന് ഹല്ലേലൂയ അങ്ങനെയുള്ളവർ വിശ്വസിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിധാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം അത് ശുശ്രൂഷിച്ചുകൊണ്ട് പാടിയും പ്രാർത്ഥിച്ചും പ്രബോധിപ്പിച്ചും ഒക്കെ ആ നല്ല ഇടയന്റെ പരിപാലനത്തിലാണെന്നും ആമേൻ സർവപ്രപഞ്ചത്തിന്റെയും നാഥനായ ആ ദൈവത്തിന് ഒരു നല്ല ഉദ്ദേശം ഇതിലുണ്ടെന്നും അവർ ചിന്തിച്ച് ഹല്ലേലൂയ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് ഹല്ലേലൂയ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ആമേൻ. ഇങ്ങനെ അപ്പോസ്തലനായിരിക്കുന്ന ആമേൻ പൗലോസും സീലാസും കാരാഗൃഹത്തിനകത്ത് കിടന്നിട്ട്, നീ കാരണമാടാ ഈ ഗതി എനിക്ക് വന്നത്, നീ ഒരുത്തൻ കാരണമാടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഭാര്യ ഭർത്താവിനെയും പറഞ്ഞു, ഭർത്താവ് ഭാര്യയും പറഞ്ഞു, പിന്നെ മരുമകനെയും പറഞ്ഞു, മരുമകളെയും പറഞ്ഞു, കൊച്ചുമക്കളെയും പറഞ്ഞു, അയൽവക്കക്കാരെയും പറഞ്ഞു. ഇങ്ങനെ അടി ഉണ്ടാക്കി തകർന്ന ചരിത്രമല്ല അവിടെ കാണുന്നത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും സീലാസും കൂടെ ആ കാരാഗൃഹത്തിനകത്ത് നോക്കി നിൽക്കുന്ന തടവകക്കാർ ആശ്ചര്യപ്പെടത്തക്ക വിധത്തിൽ ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി സമർപ്പിച്ച് അവർ ഒരുമനപ്പെട്ട് ആ വേദനയ്ക്കകത്തും പാടി ദൈവത്തിന് മഹത്വം ഉണ്ടായപ്പോൾ ദൈവ പ്രവർത്തി വെളിപ്പെട്ടു. ഹല്ലേലൂയ. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കാരാഗൃഹത്തിന്റെ അടിത്തറ ഇളകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, എല്ലാവരുടെ ചങ്ങല അഴിഞ്ഞു വീണു. ആമേൻ. പൗലോസിനെയും ശീലാസിനെയും തകർക്കുവാനുള്ള ആ സാത്താന്റെ പദ്ധതി ആമേൻ ദൈവം തന്റെ ദാസന്മാരെ ന്യായീകരിക്കുവാനും ആമേൻ സുവിശേഷം ആമേൻ അവിടെ പ്രചരിപ്പിക്കുവാനുമുള്ള ഒരു മുഖാന്തരമായി അത് എടുക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ആമേൻ, സുവിശേഷ നിമിത്തമാണോ നീ കഷ്ടം സഹിക്കുന്നത്? അത് നിമിത്തമാണോ നീ നിന്ന് സഹിക്കുന്നത്? അത് നിമിത്തമാണോ നീ മുറിവേറ്റിരിക്കുന്നത്? അതോ നീ ക്രമക്കേട് കാണിച്ചിട്ട്
നീയും അവരിൽ ഒരാളെ പോലെ ആകാൻ. ആരെ പോലെ? ആ കള്ളനെ പോലെ, ആ പാപിയെ പോലെ, ആ പരിഹാസിയെ പോലെ. അവൻ പണിത പോലെ ഒരു വീട് പണിയാൻ വേണ്ടി, അവൻ നടക്കുന്നത് പോലെ നടക്കാൻ വേണ്ടി, അവൻ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാൻ നീ പോയി ക്രമക്കേടിനകത്ത് അകപ്പെട്ടിട്ട് നീ ഇരുന്ന് പാടുക. എന്തിനാ? കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകിയ പോലെ ഇളക്കണേ. നീ ഇളകുന്നതല്ലാതെ നീ ഇരിക്കുന്നവിടെ ഇളങ്ങത്തില്ല. നിന്റെ ചുറ്റുപാട് കിടക്കുന്ന ഒരു വിടുവിക്കപ്പെടത്തുമില്ല. സത്യവേദ പുസ്തകത്തിനകത്ത് ഇങ്ങനെയുള്ള വാക്യമൊക്കെ കണ്ടുപിടിച്ചിട്ട് ക്രമക്കേട് ഉണ്ടാക്കി വെച്ചിട്ട് പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് സുവിശേഷം നിമിത്തം അടികൊണ്ട് കിടക്കുമ്പോൾ അവരാത്മാവിൽ പാടിയെടുത്ത് ആത്മാവ് ഇറങ്ങി അടിത്തറ ഇളക്കി അവരുടെ കൈമേലുള്ള ചങ്ങല അഴിഞ്ഞതുപോലെ ക്രമക്കേട് ഉണ്ടാക്കി വെച്ചിട്ട് ആത്മാവിനെ ഇറക്കി ഇളക്കളെ എന്ന് പറഞ്ഞാൽ നീ ഇളങ്ങുന്നതല്ലാതെ തറയെ ഇളകത്തില്ല. അതെ, അവിടുത്തെ ബന്ധനം അഴിയത്തില്ല. ഹല്ലേലൂയ. പൗലോസിനെയും ശീലാസിനെയും തകർക്കുവാനുള്ള സാത്താന്റെ പദ്ധതി. നീ സാത്താന്റെ കൂടെ കൂടി ഉള്ള ക്രമക്കേടെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ, പിശാചിനെ പറയിപ്പിക്കാൻ വേണ്ടി നീ ഇരുന്ന് ഈ ഇളക്കുന്ന പരിപാടിയൊക്കെ ഇന്നത്തോടെ നിർത്തിയിട്ട് കർത്താവേ ഒന്ന് ക്ഷമിക്കണേ. ഹല്ലേലൂയ. ക്രമക്കേട് പറ്റിപ്പോയപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. ഹല്ലേലൂയ. നീ നൽകുന്ന നന്മ മതി എന്ന് ചിന്തിക്കാതെ, ഹല്ലേലൂയ, നീ നൽകുന്ന സമയത്തൊരു വിശാലത മതി എന്ന് ചിന്തിക്കാതെ, ചില തോന്നലിലൂടെ അല്ലേ നമ്മുടെ ആകാർ ബലിയാടായതുപോലെ നമ്മുടെ സാറാമച്ചിക്ക് ഒരു തോന്നല്. എന്താ തോന്നല്? വാഗ്ദത്തമൊക്കെ ചെയ്ത ദൈവം വിശ്വസ്തനാ. പക്ഷെ അബ്രഹാമേ, എൻ്റെ ശരീരത്തോട്ട് നോക്കുമ്പോൾ നിനക്കറിയോ എൻ്റെ ശരീരം വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മൂക്കി പഞ്ഞി വെക്കുന്നതിന് മുമ്പ് നീ ആഗ്രഹിച്ചതുപോലെ ഒരു കുഞ്ഞിക്കാലൊക്കെ കണ്ട് ബാബോ രാരി ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ശരീരത്തിലൊന്നും അത് നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടാൽ ഈ നല്ല പ്രായത്തിൽ ഒരു കുഞ്ഞിനെ വാവാവോ വെക്കാനൊക്കെ പറ്റും. അബ്രഹാം വിചാരിച്ചു ശരിയായിരിക്കും, ദൈവം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ദൈവമക്കളെ, ഇതുപോലെ ചില അബദ്ധത്തിനകത്തൊക്കെ പോയി കടന്ന്, ഹല്ലേലൂയ, ചില ക്രമക്കേടിനകത്തൊക്കെ പോയി കടന്ന് ഇങ്ങനെ ഈ തോന്നലിന്റെ പുറകെയൊക്കെ പോയി കുരുങ്ങി കിടക്കുന്നവര് ഇന്ന് രാത്രി ആ കുരുക്കൊന്ന് അഴിക്കാൻ ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. സമ്മതിക്കുന്നീ. ആമേൻ. അല്ലാതെ ദൈവം ഇതുവഴിയായിരിക്കും, അതുവഴിയായിരിക്കും, അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, ഇങ്ങനത്തെ ചിന്താഗതിയൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട്, ഹല്ലേലൂയ, ആമേൻ, അതെ, പൗലോസിനെയും ശീലാസിനെയും അഭിഷേകം ചെയ്ത ദൈവം കർത്താവിന്റെ നാമത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന അഭിഷക്തന്മാരെ ക്രമക്കേടിനകത്ത് പോയി തലയിട്ടിട്ട് ആ ക്രമക്കേടിനകത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവനാ ദൈവമെന്ന് ചിന്തിച്ച് വെറുതെ വിട്ടിവേഷം കെട്ടി സമയം കളയാതെ അതൊക്കെ അവസാനിപ്പിച്ചിട്ട് എന്നെ വേലയ്ക്ക് വിളിച്ചതാണെന്ന് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ ആ വേലയ്ക്ക് വേണ്ടി വിളിച്ച കർത്താവിനോട്, കർത്താവേ ഇതെല്ലാം നിന്റെ നാമനിമിത്തം ഞാൻ സഹിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഇതിനുള്ള കൃപ എനിക്ക് തരണം കർത്താവേ, ഹല്ലേലൂയ. യേശു കർത്താവ് മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ വന്ന്, ഹല്ലേലൂയ, അവനെ വെച്ചത് എവിടെയാ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. എന്താ യേശു കർത്താവിന് അറിയത്തില്ല അവൻ എവിടെയാ വെച്ചെന്ന്? ഹല്ലേലൂയ. അത്തിജാലക്കൊത്ത കണ്ണുള്ളവനല്ലേ? പ്രൈസ് ദി ലോർഡ്. അവന് മറവായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഞാൻ വരുന്നതിന് മുമ്പ്, ഹല്ലേലൂയ, അതെ, നിങ്ങൾ അവൻ മരിച്ചു എന്ന് മനസ്സിലാക്കി അവനെ നാട്ടുകാർ കൊണ്ട് അടക്കം ചെയ്യുന്നത് പോലെ ഒരു കല്ലറയ്ക്കകത്ത് കൊണ്ട് വെച്ചില്ലേ? പ്രൈസ് ദി ലോർഡ്. നാട്ടുകാർ കെട്ടുന്നത് പോലെ കെട്ടിയില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് മഹത്വം വെളിപ്പെട്ടപ്പോൾ കർത്താവ് പറഞ്ഞു അവനെ കെട്ടിയ കെട്ട് അഴിച്ചുവിടാൻ. പ്രൈസ് ദി ലോർഡ്. എന്താ? യേശുവിന് ഒരു വാക്ക് കൽപ്പിച്ചാൽ പോരായിരുന്നു? പ്രൈസ് ദി ലോർഡ്. നീ ഉണ്ടാക്കിയ ക്രമക്കേട്, നീ ഉണ്ടാക്കിയ കുരുക്ക് നീ തന്നെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ,
ക്രമീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേൻ നിന്റെ ഈ ലോകത്തിലെ കുറെ ഭൗതികമായ കാര്യങ്ങൾ നടത്തി തന്നിട്ട് നീ നരകത്തിലെത്തുന്നതിനേക്കാൾ നല്ലത് ഇവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിച്ചില്ലെങ്കിലും നിന്റെ ആത്മാവിനെ ക്രമീകരിച്ച് നിത്യതയിൽ എത്തിക്കുവാനാ സ്വർഗത്തിൽ ദൈവം ഇറങ്ങി വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഈ ഭൂമിയിൽ നീ ശിഷ്ടായുസ് ഇരിക്കുമ്പോൾ നിന്റെ ഭൂമിയിലെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ദൈവ ശക്തനാ. പക്ഷെ നീ ആദ്യം നീതിയും രാജ്യം എന്താണെന്ന് അന്വേഷിക്കണം. ഇന്ന് രാത്രിയിലും എവിടെയാ ഉടുപ്പ്, എവിടെയാ ആഹാരം, എവിടെയാ വീട്? ഹല്ലേലൂയ. ഇതിനാ ഒന്നാം സ്ഥാനം. ഇതിനെ അന്വേഷിച്ച് എവിടുന്ന ആരാ തരുന്നത്, എങ്ങനെയാ കിട്ടുന്നത്? പ്രാർത്ഥിക്കാനിരുന്ന ഉടനെ പ്രാർത്ഥനയ്ക്ക് ഓടി വരുന്ന വിഷയം എന്താ? ദൈവമേ, ഞങ്ങൾക്ക് ആരാ തരുന്നേ? ഞങ്ങളെ ആരാ സഹായിക്കുന്നേ? ഞങ്ങൾക്ക് എവിടുന്നാ കിട്ടുന്നേ? ഞങ്ങൾക്ക് എവിടുന്നാ തുറക്കുന്നേ? ആദ്യം നിന്റെ അകമൊന്ന് തുറക്കുക. ഹല്ലേലൂയ. നിന്റെ ആ മങ്ങിക്കിടക്കുന്ന ആ കാഴ്ചപ്പാട് ഒന്ന് ആമേൻ അതെ ശോഭയുള്ളതായി വരാനായിട്ട് പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ അകത്തെ കണ്ണൊന്ന് പ്രകാശിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വകയൊക്കെ ജാതികളാണെന്ന് അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നേരുകേട് കാണിച്ച് കുടുങ്ങിക്കിടക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ ഇന്ന് രാത്രി ആമേൻ നേരായ പാതയിലേക്കൊന്ന് തിരിഞ്ഞു വരുവാൻ തയ്യാറായിട്ട് ആ ധൂർത്ത പുത്രനെ പോലെ, അപ്പാ നീ എനിക്ക് തന്നതാ, ഞാൻ പ്രാർത്ഥിച്ച അത്ഭുതം നടക്കുമായിരുന്നു. ആമേൻ. അത് സ്വസ്ഥതയില്ലാതെ, ആമേൻ സമാധാനമില്ലാതെ നടന്നവർ വന്ന് വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ആമേൻ അത്ഭുതങ്ങൾ നടന്നതാ. പക്ഷെ ഇന്ന് അത്ഭുതം എവിടെ? ഇന്ന് അടയാളം എവിടെ? ഇന്ന് വീര്യപ്രവൃത്തികൾ എവിടെ? എല്ലാം ഉണ്ടെന്ന്. പക്ഷേ ആമേൻ കാഴ്ചപ്പാട് മങ്ങി. ആമേൻ അതെ ചിന്താഗതി മാറി. ഹല്ലേലൂയ. ആമേൻ അതെ ആമേൻ ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നത് പോലെ അന്വേഷിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ ഇന്നിപ്പോ ആമേൻ കൽപ്പനയല്ലാതെ അവിടെ ഒന്നും കാണുന്നില്ല. ആമേൻ ശാസനയല്ലാതെ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ആമേൻ ദൈവപ്രവൃത്തി അന്നും ഇന്നും ഒരുപോലെ വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവം എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെ ചെയ്യണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞ് സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന പേരുള്ള ഒരു ബാല്യക്കാരന്റെ കയ്യിൽ എന്ത് ചെയ്തു? വെച്ചു. ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ. ഹല്ലേലൂയ. ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്ന് അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. ഹല്ലേലൂയ. എന്താ ദൈവം ഇത്ര മോശനാണോ? ഹല്ലേലൂയ. നമുക്കറിയാം സ്തേഫാനോസിനെ കൽക്കൂമ്പാരത്തിനകത്ത് കല്ലെറിഞ്ഞ് ആമേൻ രക്തസാക്ഷിയാക്കിയത്. യേശു എന്താ കണ്ണടച്ച്? അല്ലെങ്കിൽ ദൈവം എന്തിനാ കണ്ണടച്ച്? ദൈവം എത്ര ക്രൂരനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തേഫാനോസേ, നീ ഒത്തിരി കാലം ഇവിടെ ജീവിച്ച് ഒത്തിരി പ്രസംഗമൊന്നും നീ നടത്തണ്ട. പക്ഷേ നിന്റെ ഒറ്റ പ്രസംഗത്തിൽ ഹല്ലേലൂയ അത് നിത്യതയിൽ എത്തുന്നവനെ കൊണ്ട് ആമേൻ 10,000 വിടുവിച്ചെടുക്കുവാൻ നീ നേടിയിട്ട നിന്റെ ശുശ്രൂഷ ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും ഒറ്റ ദിവസമേ ഉള്ളെങ്കിലും അത് ദൈവനാമ മഹത്വത്തിനാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ആമേൻ. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. ഹല്ലേലൂയ. എന്താ? സമർപ്പിക്കപ്പെട്ട യാക്കോബിനെ ആമേൻ കൊന്നപ്പം ദൈവം കണ്ണടച്ചിരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് ശക്തിയില്ലേ? ഇങ്ങനെ എല്ലാവരും വാളും കൊണ്ട് വെട്ടിക്കൊല്ലുന്ന സമയത്ത് ദൈവം എന്താ ആമേൻ മറ്റേ ഏലിയാവ് ചോദിച്ചു, ചിലപ്പം ചോറുണ്ണാൻ പോയതായിരിക്കും അല്ലേ? യാക്കോബിനെ ഇങ്ങനെ വാളെടുത്ത് വെട്ടിക്കൊല്ലാൻ നേരത്ത് ദൈവം ചായ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആണോ? ഹല്ലേലൂയ. യാക്കോബേ, നീ ഹല്ലേലൂയ എനിക്ക് വേണ്ടി രക്തസാക്ഷ്യം ആമേൻ അത് വഹിക്കേണ്ടവനാണ്. ഹല്ലേലൂയ. ആമേൻ. അത് നീങ്ങിപ്പോകാൻ ആര് പ്രാർത്ഥിച്ചിട്ടും എന്നില്ല, ഒരു വിടുതലുമില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. ഹല്ലേലൂയ. അത് യഹൂദന്മാർക്ക് എന്തായി?
പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ച്, അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. പ്രൈസലോ. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി അവനെ കാപ്പാൻ 4 ചെവർ ഉള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. ഹല്ലേലൂയ. ഇങ്ങനെ പത്രോസ് തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അയ്യോ, യാക്കോബിനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്ന ഈ സംഭവമൊക്കെ കണ്ടിട്ട് സഭക്കാരൊക്കെ തീരുമാനിച്ചു, ഇനി ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവന് വേണ്ടി യൗവനം സമർപ്പിച്ച യാക്കോബിന്റെ തല വെട്ടിയപ്പം മിണ്ടാതിരുന്ന ഈ കർത്താവിനെ, ഈ ദൈവത്തെ ഇനി ആർക്ക് വേണം എന്നല്ല അക്കാലത്തെ സഭ എന്ത് ചെയ്തത്, തീരുമാനിച്ചത്. ഹല്ലേലൂയ. ആമേൻ. അതെ, അടുത്തവന്റെ തല വെട്ടാൻ വേണ്ടി അവര് പ്രബലപ്പെട്ടപ്പോ സഭ ഇവിടെ ശക്തിപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് ഒരുമനപ്പെട്ട് ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? ഇന്നലകളിൽ പരാജയപ്പെട്ടതുപോലെ, ഇന്നലകളിൽ പരാജയപ്പെട്ടു എന്ന് സാത്താൻ ചിന്തിച്ചതുപോലെ ചിന്തിച്ച് സാത്താൻ പ്രബലപ്പെടാൻ വേണ്ടിയിട്ടല്ല. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിച്ചത് എന്താ? പ്രാർത്ഥിച്ചത് ഹല്ലേലൂയ. എന്തായിരിക്കും അവർ പ്രാർത്ഥിച്ചത്? ഹെരോദാവ് അവന്റെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. പ്രൈസലോ. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പ്രൈസലോ. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശം. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്കെന്ന് പറഞ്ഞു അവനെ ഉണർത്തി. ഹല്ലേലൂയ. എല്ലാവരും പറയും, പത്രോസ് ഹല്ലേലൂയ സുഖമായി കിടന്ന് ഉറങ്ങുകയായിരുന്നു. സഭ ഉണർന്ന് പ്രാർത്ഥിച്ചപ്പോ ഹല്ലേലൂയ ദൈവം അവനെ വിടുവിച്ചു. ഇത്ര വലിയ പ്രതിസന്ധിക്കകത്തും അവൻ സുഖമായിട്ട് എന്ത് ചെയ്തു? കിടന്നുറങ്ങിയത്. ഹല്ലേലൂയ. എന്നാ പിന്നെ അവനങ്ങ് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച പോരെ? പ്രൈസലോ. ഇത്ര വലിയ പ്രതിസന്ധിക്കകത്തും ദൈവിക സമാധാനത്തോടെ ഭക്തൻ കടന്ന് എന്ത് ചെയ്യുന്നു? ഉറങ്ങുന്നു. അവനങ്ങ് ഉറങ്ങിക്കോട്ടെ. പത്രോസേ, എടാ, നിന്നെ ഞാൻ വിളിച്ചത് നീ ഇങ്ങനെ ഉറങ്ങി സുഖമായിട്ട് കിടക്കാൻ വേണ്ടിയല്ല. നീ ഒരു പെങ്കൊച്ചിന്റെ മുമ്പിൽ എന്നെ 3 പ്രാവശ്യം കോഴി കൂന്നതിന് മുമ്പ് തള്ളി പറയൂന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞത് എന്താ? പറയത്തില്ലെന്നല്ലേ? എന്നിട്ട് നീ ക്രമക്കേട് കാണിച്ചില്ലേ? എന്നിട്ട് ഞാൻ നിന്നെ സ്നേഹിച്ച് നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങാനല്ലടാ. നിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് ദൈവസഭയ്ക്കകത്ത് വരേണ്ടതാ. അതുകൊണ്ട് നീ ഇങ്ങനെ ഉറങ്ങേണ്ടവനല്ല, നീ ഉണർന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പൊ സഭ ഉണർന്ന് പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാ? ഹല്ലേലൂയ. കേവലം അവൻ അവിടെ സുഖമായി സേഫായി എന്ന് പറഞ്ഞ അവന്റെ തലയൊന്നും വെട്ടാതിരിക്കാൻ വേണ്ടിയല്ല. അവനെ കുറിച്ചുള്ള വിളി, അവൻ ഹല്ലേലൂയ ഉണർന്നെങ്കിൽ മാത്രമേ അവനിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി എന്ത് ചെയ്യത്തുള്ളൂ? വെളിപ്പെടത്തുള്ളൂ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിലൂടെ, ഈ പ്രസംഗത്തിലൂടെ അത് ഉറങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒന്ന് ഉണരാൻ തയ്യാറായ നിന്നിലൂടെ ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവസഭയുടെ അതിരുകൾ വിശാലമാകും. ഹല്ലേലൂയ. നീ നിമിത്തം ദൈവനാമം മഹിമപ്പെടും. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ഒന്ന് ഉണർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, നീ ഒന്ന് ഐക്യമതപ്പെട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ഉറങ്ങിക്കിടക്കുന്ന ചില പത്രോസിനെ ഉണർത്തുവാൻ ദൈവം തന്റെ ദൂതനെ അയക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പത്രോസ് ഒന്ന് ഉണർന്നാൽ അനേകർ വിടുവിക്കപ്പെടും. നിന്റെ തലമുറ ഒന്ന് ഉണരാനായിട്ട്, നിന്റെ പ്രിയപ്പെട്ടവരൊന്ന് ഉണരാനായിട്ട് അതെ, നീ ഇന്ന് രാത്രി ഒന്ന് ഉണരാൻ തയ്യാറാകുമോ? നീ ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? നീ ഒന്ന് ശക്തിപ്പെട്ട് ആരാധിക്കുവാൻ തയ്യാറാകുമോ? നിന്റെ കൂട്ടായ്മയിലൂടെ, നിന്റെ പ്രാർത്ഥനയിലൂടെ. ഹല്ലേലൂയ. ദൈവം കണ്ടിരിക്കുന്ന പത്രോസിനെ ക്രമക്കേടിനകത്ത് പൂട്ടി തകർക്കാൻ പദ്ധതിയിട്ട പൈശാചിക പദ്ധതിയെ പൊളിച്ച് ദൈവിക പദ്ധതിയുടെ ഭാഗമായി നിന്റെ പ്രാർത്ഥനയിലൂടെ ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ശക്തനാണ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക്. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്ന ആംഗിളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ പ്രാർത്ഥനയിലൂടെ ചിലരെ ദൈവം പട്ടണത്തിൽ എഴുന്നേൽപ്പിക്കും, ഗ്രാമത്തിൽ എഴുന്നേൽപ്പിക്കും, രാജ്യങ്ങളിൽ എഴുന്നേൽപ്പിക്കും. ദൈവനാമം നിന്നിലൂടെ, നിന്റെ പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാ.
പ്രൈസ് ദി ലോർഡ്. നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ആമേൻ പ്രവർത്തിപ്പാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. പക്ഷേ ദൈവം ഏത് മാർഗം അവലംബിച്ചാലും അത് നല്ലതും ബുദ്ധിപരവും ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ബുദ്ധി, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന്റെ ആമേൻ, ഹല്ലേലൂയ, കാര്യപരിപാടി, ഹല്ലേലൂയ, ഞാനും നിങ്ങളും ചെയ്യുന്നത് പോലെയല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കാരാഗ്രഹത്തിനകത്ത് ആമേൻ കൊണ്ടിട്ടിട്ട് വേണോ പത്രോസിനെ ഉണർത്താൻ? ഹല്ലേലൂയ. ഇതിനകത്തൂടെ ദൈവത്തിന് നമ്മോട് പറയുവാനുള്ളത്, സാത്താൻ എത്ര പ്രബലപ്പെടുന്നവനായാലും, സാത്താൻ എത്ര തന്ത്രശാലിയായാലും, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ സാത്താൻ പരാജയപ്പെടും. അവന്റെ ശക്തി തകരും. ഹല്ലേലൂയ. അവന്റെ അടിത്തറ ഇളകും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുക. ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ എത്ര പേർ തങ്ങളെ തന്നെ സമർപ്പിക്കും? ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥന പരീക്ഷിച്ചിട്ടുണ്ടോ? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ആമേൻ എല്ലാ പരിസ്ഥിതികളിലും ഹല്ലേലൂയ മനസ്സിനും ഹൃദയത്തിനും തുടർച്ചയായ സമാധാനം നൽകുന്ന ആ ദൈവിക മർമ്മം, ഹല്ലേലൂയ, ആമേൻ, ഈ ആമേൻ പൗലോസിന്റെയും ഹല്ലേലൂയ സീലാസിന്റെയും പത്രോസിന്റെ ഒക്കെ ജീവിതത്തിലൂടെ ആമേൻ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നല്ലോ. ഇന്ന് രാത്രി നമ്മുടെ ഈ ജീവിതത്തിൽ അതിരുകളില്ലാതെ ആമേൻ വാതിലുകളെ വിശാലപ്പെടുത്തുവാൻ, അതിരുകളെ വിശാലപ്പെടുത്തുവാൻ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ കൂട്ടായ്മയ്ക്കായി, അവിടുത്തെ പുത്രൻ മുഖാന്തരം ഞങ്ങളെ വിളിച്ചതിനായി, വേർതിരിച്ചതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ഉപദേശത്തിനായി, അവിടുത്തെ വചനത്തിനായി ഞങ്ങൾ നന്ദിയുള്ളവരാണ്. എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയോടെ, അപേക്ഷയോടെ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഞങ്ങൾ ശ്രദ്ധിച്ച് ദൈവിക പദ്ധതിയുടെ ഭാഗമായി ശിഷ്ടായുസ് ജീവിപ്പാൻ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ പ്രാർത്ഥന റൂമിനകത്ത് അവർ വെക്കുന്ന ഓരോ വിഷയങ്ങൾക്കും നീതിയോട് ഉത്തരമരുളുന്ന സ്വർഗത്തിലെ ദൈവം മറുപടി കൊടുക്കുകയും മാനിക്കുകയും ചെയ്യണം. ശരിയായ രീതിയിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഹല്ലേലൂയ ആമേൻ അതെ അറിയുവാനും ആമേൻ നിരന്തരം ഹല്ലേലൂയ ആ ദൈവിക ആ മറുപടി പ്രാപിക്കുവാൻ കാത്തിരിക്കുന്നവരായി യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഹല്ലേലൂയ അതെ ക്ഷമയോടെ കാത്തിരുന്ന് ആമേൻ മറുപടി പ്രാപിച്ച് അനേകർക്ക് മാതൃകയുള്ളവരായി നിത്യജീവൻ അവകാശമാക്കുവാൻ വിശുദ്ധ ജീവിതം നയിപ്പാൻ ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗം അനുഗ്രഹിച്ചാട്ട് ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിച്ചതിനായി സ്തോത്രം. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ആമേൻ നന്ദി വന്ദനം ധരണത്തിൽ അറിയിക്കുകയാണ്. ബിനു മാത്യുവിനായി ദൈവത്തെ സ്തുതിക്കാം. അതുപോലെ മേരി ദിലീനയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. ബിജു പി ആറിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ. ബിനു മാത്യു, മേരി ദിലേന, ബിജു പി ആർ, ആമേൻ. ഇവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രാർത്ഥനാ റൂമിനകത്ത് അവർ ആമേൻ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും മറുപടി കൊടുത്ത് ദൈവം അവരെ മാനിക്കട്ടെ. അവരുടെ ജീവിത പങ്കാളിയെ, അവരുടെ തലമുറകളെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ജോലി മേഖലയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മീകമായി ഭൗതികമായി എല്ലാ നിലയിലും ദൈവം അവരെ ഉയർത്തട്ടെ. അതുപോലെ തന്നെ സജീവ് വർഗീസിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ബോബിൻ എസ് പിക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച ആ പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ കൃഷ്ണ ബി, ഹല്ലേലൂയ, ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടുന്ന സമാധാനം, സന്തോഷം, ആരോഗ്യം, ബലം, ജോലി മേഖലയിൽ ആമേൻ അവരുടെ കുടുംബത്തിൽ അവർ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഉയർന്നു വരത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായി ചലിക്കട്ടെ. ഇന്ന് രാത്രി നമുക്ക് അവരെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.
ആമേൻ. റീന എബ്രഹാം, ഹല്ലേലൂയ. സജി വർഗീസ്, ആമേൻ, ഹല്ലേലൂയ. ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് ആമേൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. റീന എബ്രഹാം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. അതുപോലെ തന്നെ കല സുനിൽ കുമാറിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച പ്രിയ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതേ പ്രസാദ് മെൻഡാസ്, ആമേൻ, കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. താൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും നീതിയോട് ഉത്തരമരുളുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവം അത്ഭുതകരമായി അതിശയകരമായി നടത്തട്ടെ. കല സുനിൽ കുമാറിന്റെ കുടുംബത്തില് ദൈവം ഈ ദിവസങ്ങളിൽ വലിയ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ ഇന്ന് പകലിലും തന്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കർത്താവ് കൊടുത്തു എന്ന് കേൾപ്പാനിടയായി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതുപോലെ ഷിബുനായി ദൈവത്തെ സ്തുതിക്കുക. ദൈവം അത്ഭുതകരമായി അതിശയകരമായി നടത്തട്ടെ. തന്റെ ഹൃദയത്തിലെ എല്ലാ ആഗ്രഹങ്ങളെയും ദൈവം സഫലീകരിച്ചു കൊടുക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ആമേൻ, ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച വിജയൻ KKക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഏറിയ നന്മകളാൽ നിറയ്ക്കട്ടെ. ദുഷ്ടം തൊടാതെ, ദൃഷ്ടി വെക്കാതെ, തകർത്ത് കളയാതെ, തകർക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഹല്ലേലൂയ. ശോഭന വിജയനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹൃദയത്തിലെ എല്ലാ നല്ല ആഗ്രഹങ്ങളെയും സഫലീകരിക്കട്ടെ. തലമുറകളെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ബിന്ദുനായി സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവിന്റെ ദാസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ ദിവസങ്ങൾ താൻ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്നവന്റെ ആത്മാവ് തന്നോട് കൂടെ ഇരുന്ന് അത്ഭുതകരമായി അതിശയകരമായി നടത്തട്ടെ. ആമേൻ. തോമസ് അബ്രഹാം അണലിപ്പറമ്പിൽ, ഹല്ലേലൂയ. ഓ, തന്നെയും തന്റെ കുടുംബത്തെയും തലമുറകളെയും ദൈവം നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. തന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്ന ദൈവം തന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ ഈ ദിവസങ്ങളിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ എല്ലാം ഭംഗിയായി ചെയ്യുന്ന നല്ല ദൈവം കൂടെയിരുന്ന് നാൾതോറും ഭാരങ്ങളെ ചുമന്ന് അത്ഭുതകരമായി അതിശയകരമായി പിന്നെയും നടത്തേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ ആമേൻ പങ്കെടുത്ത എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ആമേൻ കോൺഫറൻസ് കോളിൽ പങ്കെടുത്ത ആമേൻ അതേ വത്സമ്മ ബാബുവിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. തന്റെ കുടുംബത്തെ തലമുറകളെ ദൈവം മാനിക്കട്ടെ, ആദരിക്കട്ടെ, ഏറെ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. കുഞ്ഞമ്മ രാജുവിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആയിരിക്കുന്നിടത്ത് ദൈവം സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ, ഏറെ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. ദുഷ്ടം തൊടാതെ, ദൃഷ്ടി വെക്കാതെ, തകർത്ത് കളയാതെ, തകർക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനായ സർവശക്തനായ ദൈവത്തിന്റെ നീതിയുള്ള കരങ്ങളിൽ ആമേൻ സുരക്ഷിതമായിരിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. അതേ കുടുംബത്തെ തലമുറകളെ എല്ലാം ദൈവം മാനിക്കട്ടെ. ആമേൻ. അതേ ലീലാമ ജോസിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ആമേൻ കുടുംബത്തെ ധാരാളമായി ദൈവം മാനിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. അതേ തങ്കമ്മ ജോസിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദുഷ്ടം തൊടാതെ, തകർത്ത് കളയാതെ, ആമേൻ താൻ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും നീതിയോട് ഉത്തരമരുളി ജയത്തോടെ ദൈവം നടത്തട്ടെ. ഹല്ലേലൂയ. കുഞ്ഞമ്മ വളാൽ, ആമേൻ, അതേ കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇന്ന് രാത്രി നമ്മോടൊപ്പമുണ്ട്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ഏറെ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. KS അമ്മണി, ആമേൻ, അതേ കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്ന് നമ്മോടൊപ്പമുണ്ട്. ആമേൻ. ദൈവം ധാരാളമായി മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. ബിജു PR-നായി സ്തോത്രം ചെയ്യാം. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കേരളത്തിന്റെ അകത്ത് നിന്ന്, ഇന്ത്യയുടെ വിവിധ ഭാഗത്തിൽ നിന്ന്, ആമേൻ, അതുപോലെ സ്വദേശത്തു നിന്ന്, വിദേശത്ത് നിന്ന് ഇന്ന് രാത്രിയിലെ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും ഓർത്തുകൊണ്ട് ആമേൻ കർത്താവിന്റെ ദാസി വത്സമ്മ ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. വത്സമ്മ ബാബു ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറെ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഈ സന്ധ്യയുടെ യാമത്തെങ്കിലും കർത്താവേ, നിങ്ങൾക്ക് കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ പാതപെടുത്തെങ്കിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ. പലയിടങ്ങളിലെ കർത്താവേ, പല ജില്ലകളിൽ, പല രാജ്യങ്ങളിൽ കർത്താവേ ഇരുന്നു കൊണ്ട് കർത്താവ് ഇന്ന് രാത്രി കാലം അങ്ങയുടെ വചനം കേൾക്കുവാൻ, അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം കർത്താവേ, അങ്ങയുടെ മക്കളാകുന്ന അടിയങ്ങൾക്ക് കർത്താവ് അവസരം ഒരുക്കി തന്നല്ലോ കർത്താവ്. ഇതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. പകലിന്റെ മണിക്കൂറുകളെല്ലാം കർത്താവ് ഞങ്ങളെല്ലാവരും
എല്ലാവരെയും അവിടുങ്ങളായി സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നപ്പാ. രാത്രി കാലവും കർത്താവേ അങ്ങയുടെ പാതപെടുത്തെങ്കിലായിരിക്കുന്ന കർത്താവേ നിന്റെ ജനത്തെ കർത്താവേ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറിയ കൃപകൾ കൊണ്ട് കർത്താവേ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ ദാസനെ രാത്രി കാലവും കർത്താവ് അവരുടെ കാര്യങ്ങളെടുത്ത് ഉപയോഗിച്ചല്ലോ കർത്താവ്. അഴമേറെ വചനങ്ങളിൽ സംസാരിപ്പാൻ തക്കവണ്ണം ബലപ്പെടുത്തിയ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. വചനം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകണമേ. ഞങ്ങൾ ആരും ശിക്ഷാവധിക്ക് യോഗ്യരായി തീരുവാൻ ദൈവം അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. വചനത്തിന് അനുസൃതമായി ജീവിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ ജനത്തെ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ബലമേറ്റെടുത്തു കർത്താവേ ദിവസങ്ങളിൽ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവേ. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ സഹായിച്ചുകൊണ്ടിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രാജ്യങ്ങളിലേയും കർത്താവേ അങ്ങയുടെ വചനം എത്തിപ്പാൻ തക്കവണ്ണം കർത്താവേ അങ്ങയുടെ വചനം അറിയിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനെ കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം കർത്താവേ ഹല്ലേലൂയ ഓൺലൈൻ വഴിയായി കർത്താവേ, ഫേസ്ബുക്ക് വഴിയായി ഹല്ലേലൂയ, കോൺഫറൻസ് വഴിയായി കർത്താവേ അങ്ങയുടെ വചനം ശ്രവിച്ച ഓരോ മക്കളും കർത്താവെ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അങ്ങയുടെ കൃപയിൽ ദൈവം നിറച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാവരും തന്നെ താൻ കർത്താവ് ഒരുക്കി കർത്താവെ പാത്തക്കവണ്ണം സ്വർഗമർത്ത് സഹായിക്കുമാറാകണമേ. വചനത്തിന്റെ മുമ്പിൽ കർത്താവ് ഞങ്ങളെ തന്നെ താഴ്ത്തുവാൻ, ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ കർത്താവെ ഹല്ലേലൂയ ഞങ്ങളൊന്നുമില്ല കർത്താവെ ഇതുമില്ല എന്ന് സമ്മതിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുന്ന ദിവസങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പിന്നെയും കർത്താവിന്റെ ദാസനെ ശക്തീകരിച്ചുകൊണ്ടിരിക്കണമേ, ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം കേൾക്കുവാൻ വേണ്ടി കർത്താവെ അനേകരുടെ ഹൃദയങ്ങളെ കർത്താവ് ദിവസങ്ങൾ അനേകരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുവാൻ സ്വർഗോടനിടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അതൊക്കെ ആ കുടുംബമായി അങ്ങയുടെ മക്കളെ കർത്താവുമായി എനിക്ക് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോട് ഞങ്ങളെല്ലാവരും കർത്താവിന്റെ സേവ കർത്താവിൽ മുന്നേറുവാൻ തക്കവണ്ണം ദൈവോട് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം കർത്താവെ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം കർത്താവെ പങ്കാളികളായി ചേർന്ന് എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവെ കുടുംബമായി അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ച് വിദേശത്തും കർത്താവെ ഹല്ലേലൂയ ഇരുന്നുകൊണ്ട് അങ്ങയുടെ വചനം ശ്രമിച്ച ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാ ആവശ്യങ്ങളും കർത്താവ് അറിഞ്ഞ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം നാം ചോദിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണം ചെറിയ നല്ല പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിലെ ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കൂടപ്പുറപ്പിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ആമേൻ. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. ആമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മ ഇത്രത്തോളം അനുഗ്രഹപ്രദമായി തീരുവാൻ നമ്മെ സഹായിച്ച, നമ്മെ ബലപ്പെടുത്തിയ, അനേകർക്ക് ആശ്വാസവും വിടുതലുമായി തീരത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വരുവനായ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി നമ്മുടെ കരങ്ങളെ അടിച്ച് സ്തോത്രം ചെയ്യാം. ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ആമേൻ. ഇത് ഷെയർ ചെയ്യുകയും ആമേൻ ഇതിന്റെ ഡാറ്റ ക്രമീകരണങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്ത് അനേകർക്ക് ഇത് അനുഗ്രഹമായി എത്തക്ക വിധത്തിൽ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ ദൈവം അനുവദിച്ചാൽ നമുക്ക് ഒരുമിച്ച് ആമേൻ രാത്രിയിലും കൂട്ടായ്മയിൽ കടന്നു വരുന്നത് വരെ അവിടെ ഇവിടങ്ങളിലായി ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാത്തവനായി, ഉറങ്ങാത്തവനായി നമ്മളെ സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ശുഭരാത്രി.